ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിലൊരു കിടിലൻ വിജയമാണ് ബ്രസീൽ സ്വന്തമാക്കിയിട്ടുള്ളത്. എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് സൗത്ത് കൊറിയയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, എസ്റ്റവായോ വില്യൻ എന്നിവരാണ് ബ്രസീലിന് വേണ്ടി തിളങ്ങിയിട്ടുള്ളത്. ഒരിടവേളയ്ക്ക് ശേഷം ബ്രസീൽ നടത്തുന്ന ഏറ്റവും മികച്ച പ്രകടനം കൂടിയായിരുന്നു ഇത്. ഏതായാലും കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ പതിയെ ബ്രസീൽ മെച്ചപ്പെട്ട് വരികയാണ്. അതായത് നല്ല ദിശയിലേക്ക് തന്നെയാണ് ബ്രസീൽ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിയായ വഴിയിൽ തന്നെയാണ് ആഞ്ചലോട്ടിക്ക് കീഴിൽ ഇപ്പോൾ ബ്രസീൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 5 മത്സരങ്ങൾ കളിച്ചു, അതിൽ 3 വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സമനില, അതുപോലെ തന്നെ ഒരു തോൽവി എന്നിവ വഴങ്ങേണ്ടി വന്നു. 9 ഗോളുകൾ നേടിയിട്ടുണ്ട്. കേവലം ഒരു ഗോൾ മാത്രമാണ് കൺസീഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിലുള്ള ബ്രസീലിന്റെ കണക്കുകൾ. മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കണക്ക് കൂടി ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ബ്രസീലിന്റെ പരിശീലകനായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ 5 മത്സരങ്ങളിൽ നിന്ന് കേവലം ഒരു ഗോൾ മാത്രമാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീൽ നേടിയിട്ടുള്ളത്. ഇതിനു മുൻപ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ള ഏക പരിശീലകൻ അത് ടിറ്റെ മാത്രമാണ്. ടിറ്റയുടെ കീഴിലുള്ള ആദ്യത്തെ 5 മത്സരങ്ങളിൽ നിന്ന് കേവലം ഒരു ഗോൾ മാത്രമായിരുന്നു ബ്രസീലിയൻ ദേശീയ ടീം വഴങ്ങിയിട്ടുള്ളത്. അതേ ഒരു നേട്ടമാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയും കരസ്ഥമാക്കിയിട്ടുള്ളത്. മറ്റു പരിശീലകർക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒരു നേട്ടം തന്നെയാണ് ഇത്. ഇനി മറ്റൊരു കണക്ക് കൂടി ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് 2020 ശേഷം ബ്രസീലിയൻ ദേശീയ ടീം ഇപ്പോൾ സ്വന്തമാക്കുന്ന ഏറ്റവും വലിയ വിജയമാണ് ഇത്. ഇതിനു മുൻപ് ബൊളീവിയയെ 1-5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു. അത് ആ മത്സരത്തിൽ ഒരു ഗോൾ വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. 2020 ശേഷം ബ്രസീൽ സ്വന്തമാക്കുന്ന ഏറ്റവും വലിയ വിജയം ഇതാണ്. അതുപോലെ തന്നെ 2022 വേൾഡ് കപ്പ് മുതൽ ഇതുവരെ കളിച്ച മത്സരങ്ങളിൽ നിന്ന് 10 ക്ലീൻ ഷീറ്റുകളാണ് ബ്രസീൽ നേടിയിട്ടുള്ളത്. ആ 10 ക്ലീൻ ഷീറ്റുകളിലെ 4 ക്ലീൻ ഷീറ്റുകളും അത് കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീൽ സ്വന്തമാക്കിയിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ ബ്രസീൽ നല്ല രൂപത്തിൽ സഞ്ചരിക്കുന്നു. പ്രത്യേകിച്ച് ഡിഫൻസ് ഒക്കെ ആഞ്ചലോട്ടിക്ക് കീഴിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇത് തീർച്ചയായും ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.